150 വർഷങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിലാണ് കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഭരിക്കുന്നവർ ഇന്ത്യയെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് അദാനി. എന്തുകൊണ്ടെന്നല്ലേ പറഞ്ഞുതരാം. ശതകോടികൾ വില വരുന്ന ഭൂപ്രദേശങ്ങൾ വെറും 1 രൂപക്കാണ് BJP അദാനിക്ക് നൽകിയത്. അതെങ്ങനെ സാധിച്ചു എന്ന് നോക്കാം. ബീഹാർ ബഗൽപൂരിലെ 1050 ഹെക്ടർ ഭൂമി, ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിന് വേണ്ടി 6456 പരം ഹെക്ടർ ഭൂമി, മുംബൈയിലെ ധാരാവി റീഡെവലപ്മെന്റിന് വേണ്ടി 108 ഹെക്ടർ, നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടി 1100 ഹെക്ടർ ഭൂമി, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പൊഹ്റാൻ സോളാർ പ്രൊജക്ടിന്റെ പേരിൽ 3780 പരം ഭൂമി. ഇതുകൂടാതെ ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരണ്യ കാടുകൾ, രാജ്യത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഫോറസ്റ്റ് കൂടിയാണ് ഇത്. അവിടെ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി മൈനിങ്ങിന് വേണ്ടി അദാനിക്ക് തീരെഴുതി കൊടുത്തു. ഇതൊക്കെ കൂടെ കൂട്ടി നോക്കിയാൽ 15000 ഹെക്ടറിൽ അധികം ഭൂമി വരും. അഥവാ മുംബൈ നഗരത്തെക്കാൾ വലിപ്പം. മില്യൺ കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന ഇത്രയും ഭൂമി പ്രതിവർഷം ഏക്കറിന് വെറും 1 രൂപ എന്ന നിരക്കിലാണ് അദാനിക്ക് ലീസിന് നൽകിയത്. ഒരു വശത്ത് ജനങ്ങളെ മതത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാക്കി തമ്മിൽ തല്ലിക്കുക, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അന്നാനക്ക് വേണ്ട റേഷന് പോലും വകയില്ലാതെ 20 കോടിയിൽ പരം ജനങ്ങളാണ് ഒട്ടിയ വയറുമായി ഇന്നും അന്തിയുറങ്ങുന്നത്. മറുവശത്ത് ഭാരതത്തിന്റെ സമ്പത്ത് മുഴുവൻ കുത്തക കമ്പനികൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന തിരക്കിലാണ് ഏമാന്മാർ. ഇന്ന് നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ തന്നെ ഭൂമിയിൽ നാളെ നമ്മൾ വാടകക്കാരായി ജീവിക്കേണ്ടി വരും. വിൽക്കപ്പെട്ട നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക.